ഞങ്ങൾ ഇത്രയും സമയം ഒരുമിച്ച് കൂടിയത് നീ ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കണേ തമ്പുരാനെ. പടച്ചവനെ, പ്രിയപ്പെട്ട പ്രവാചകൻ പറഞ്ഞ ഉമ്മയുടെ കാൽ തട്ടി കാൽ കീഴിലാണ് സ്വർഗമെന്ന നബിവചനത്തിന്റെ ആശയം ചിത്രീകരിച്ചുകൊണ്ട് ഞങ്ങൾ പറഞ്ഞതാണ്. നീ അത് സ്വീകരിക്കണേ അല്ലാ. ഇതിന്റെ പ്രതിഫലം ഞങ്ങൾക്കും ഇതിന്റെ സംഘാടകർക്കും നീ നൽകണേ തമ്പുരാനെ. ഉമ്മയുടെ പൊരുത്തത്തിലായി ജീവിക്കാൻ നിങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണേ അല്ലാ. പുതിയ ഒരു വീടെടുക്കുമ്പോൾ ഉമ്മയെ മറക്കുന്നവരുണ്ട്. ആ പുതിയ വീട്ടിൽ അവനിക്ക് ബെഡ്റൂമുണ്ട്, അവന്റെ മക്കൾക്ക് ബെഡ്റൂമുണ്ട്. പക്ഷേ ഉമ്മക്ക് മാത്രം ഒരു ബെഡ്റൂമില്ല, ഉപ്പക്ക് മാത്രം ഒരു റൂമില്ല. ഇങ്ങനത്തെ മക്കളാക്കി ഞങ്ങളെ നീ മാറ്റല്ല അല്ലാ. ഉമ്മയുടെ പൊരുത്തത്തിലായി ജീവിക്കാൻ തൗഫീക്ക് നൽകണേ അല്ലാ. ഞങ്ങളുടെ പുതിയ വീട്ടിൽ ഉമ്മയും ഉപ്പയും അതിഥികളാകുന്ന ഒരു ദുരവസ്ഥ ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലാ. റഹ്മുറാഹിമായ തമ്പുരാനെ, ഞങ്ങളുടെ മക്കളെ ദീനിന്റെ മക്കളാക്കണേ റഹ്മാനെ. ദീനിനും സമുദായത്തിനും സേവനം ചെയ്യുന്ന മക്കളാക്കണേ റഹ്മാനെ. അവരുടെ കാരണം കൊണ്ട് കണ്ണീര് കുടിക്കുന്നൊരവസ്ഥയിലേക്ക്, അപമാനിതരാകുന്നൊരവസ്ഥയിലേക്ക് നിങ്ങളെ നീ എത്തിക്കല്ല അല്ലാ. റഹ്മുറാഹിമായ തമ്പുരാനെ, ഞങ്ങളുടെ പരലോകം നന്നാക്കി തരണേ റഹ്മാനെ. ഞങ്ങളുടെ ഈമാൻ ഒന്ന് സലാമത്താക്കി തരണേ അല്ലാ. മരിക്കാൻ പോകുന്ന സമയത്ത് ഒരുപാട് പ്രലോഭനങ്ങൾ നൽകി പിശാച് വഴിപിഴപ്പിക്കുന്ന നേരമാണ്. ഞങ്ങളെ നീ പിടികൊടുക്കല്ലേ അല്ലാ. പാപികളായ ദുർബലരായ ഞങ്ങളുടെ ഈമാൻ നീ തന്നെ കാക്കണേ റഹ്മാനേ. റഹ്മുറാഹിമായ തമ്പുരാനെ, വിവാഹപ്രായമെത്തി നിൽക്കുന്ന ഞങ്ങളുടെ പെൺകുട്ടികളുടെ സങ്കടം നിന്നോടല്ലാതെ ഞങ്ങൾ ആരോടാണ് പറയുക? അവർക്ക് നീ സ്വാലിഹായ ഭർത്താക്കളെ നൽകണേ അല്ലാ. പെൺകുട്ടികളുണ്ടായ കാരണത്താൽ ഒരാളുടെ മുമ്പിൽ പോയി കൈ നീട്ടേണ്ട ഗതികേട്, പലിശക്കാരെ സമീപിക്കേണ്ട ഗതികേട് ഞങ്ങൾക്ക് നീ നൽകല്ല റഹ്മാനേ. അവരെ മാന്യമായി പറഞ്ഞേക്കാനുള്ള തൗഫീക്ക് നീ തന്നെ നൽകണേ അല്ലാ. റഹ്മുറാഹിമായ തമ്പുരാനെ, ഞങ്ങളുടെ വീടുകൾ ഐശ്വര്യത്തിന്റെ, സമാധാനത്തിന്റെ, സമൃദ്ധിയുടെ, ന്യാമത്തിന്റെ, ബറക്കത്തിന്റെ, സൗഖ്യത്തിന്റെ, ക്ഷേമത്തിന്റെ ഭവനമാക്കണേ അല്ലാ. ദാരിദ്ര്യത്തിന്റെയും രോഗത്തിന്റെയും കഷ്ടപ്പാടിന്റെയും കുടുംബ കലഹത്തിന്റെയും വീടാക്കല്ല അല്ലാ. വീട് ഞങ്ങൾക്ക് തണലാവണേ അല്ലാ. വീട് ഞങ്ങൾക്ക് ടെൻഷനാവല്ല അല്ലാ. റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങുന്ന വീടാക്കണേ അല്ലാ. പടച്ചവനെ, വീടെടുക്കാൻ കഴിയാത്തവര്, വീടെടുത്ത് കടത്തിൽ മുങ്ങിയവര്, വീട് പൂർത്തിയാക്കാൻ സാധിക്കാത്തവർ ഞങ്ങളുടെ ഇടയിലുണ്ട്. എന്നിലേക്ക് ഞങ്ങൾ കൈ ഉയർത്തുന്നു അല്ലാ. ഞങ്ങളുടെ കടങ്ങൾ എന്താണെങ്കിലും എത്രയും പെട്ടെന്ന് വീട്ടിത്തരണേ റഹ്മാനേ. റഹ്മുറാഹിമായ തമ്പുരാനെ, ഞങ്ങളുടെ രോഗങ്ങൾ ഇതാ നിന്നിലേക്ക് ഞങ്ങൾ പറയുന്നു. എന്തെല്ലാം തരം രോഗങ്ങളാണ് പടച്ചവനെ. ക്യാൻസർ ഉള്ളവരുണ്ട്, ശിഫ നൽകണേ തമ്പുരാനെ. പ്രഷറും പ്രമേഹവും ഉള്ളവരുണ്ട്, ശമനം നൽകണേ തമ്പുരാനെ. പടച്ചവനെ, എയ്ഡ്സ്, പന്നിപ്പനി, H1 പനി, എന്തെല്ലാം പേരുള്ള പനികളാണ്. ഞങ്ങൾക്ക് നീ അത്തരം അസുഖങ്ങൾ നൽകല്ല അല്ലാ. ആസ്പത്രിയിൽ ദിവസങ്ങളോളം അഡ്മിറ്റാക്കേണ്ട ഗതികേട് നീ നൽകല്ല അല്ലാ. നിന്റെ നേമത്ത് കൊണ്ട് ഞങ്ങളെ നീ മൂടണേ റഹ്മാനേ. റഹ്മുറാഹിമായ തമ്പുരാനെ, ഞങ്ങളിന്ന് മരിച്ചുപോരുടെ കബറുകൾ നീ സ്വർഗത്തൊപ്പാക്കണേ അല്ലാ. എത്ര പരിചയക്കാരാണ്, കുടുംബക്കാരാണ്. ഈ അടുത്ത് മരണപ്പെട്ടു പോയ പുല്ലാട്ട് മുഹമ്മദ് ഹാജി നിനക്കറിയാം, പുതുപ്പറമ്പിൽ ഹൈദർ ഹാജി നിനക്കറിയാം. അങ്ങനെ ഞങ്ങൾ നിന്ന് പിരിഞ്ഞുപോയവർ ആരൊക്കെയുണ്ടോ അവരുടെ കബറുകൾ നീ സ്വർഗമാക്കണേ അല്ലാ. സ്വർഗത്തിന്റെ ഒരു കവാടം ആ കബറിലേക്ക് നീ തുറന്നു കൊടുക്കണേ തമ്പുരാനെ. കണ്ണത്തും ദൂരത്തേക്ക് വിശാലമാകുന്ന കബറാക്കി ആ കബറുകളെ നീ മാറ്റണേ അല്ലാ. അർഹമുറാഹിമായ തമ്പുരാനെ, ഞങ്ങളുടെ എല്ലാ മുറാദുകളും നീ ഹാസിലാക്കി തരണേ തമ്പുരാനെ. തുടങ്ങി വെച്ച സംരംഭങ്ങൾ വിജയിപ്പിക്കണേ തമ്പുരാനെ. ഞങ്ങൾക്ക് വേണ്ടി ഗൾഫിൽ കഷ്ടപ്പെടുന്നവരെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. ചീത്ത കൂട്ടുകെട്ടിൽ പെടാതെ നീ കാക്കണേ തമ്പുരാനെ. ജോലിയില്ലാത്തവരുണ്ട്, രേഖയില്ലാത്തവരുണ്ട്, നീ അവരെ രക്ഷപ്പെടുത്തണേ തമ്പുരാനെ. പഠിച്ചവനെ, അവരുടെ ജോലിയിൽ ബറക്കത്ത് നൽകണേ അല്ലാ. അവർക്ക് പകരം അവരുടെ മയ്യത്തുകൾ ഞങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന ഒരു ഗതികേട് നീ നൽകല്ല അല്ലാ.
പടച്ചവനെ ഞങ്ങളുടെ ജോലികളിൽ, വീടുകളിൽ, വ്യവസായങ്ങളിൽ, കച്ചവടങ്ങളിൽ, സ്ഥാപനങ്ങളിൽ, കൃഷികളിൽ, അധ്യാപനങ്ങളിൽ, ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും നിന്റെ ബറക്കത്തിന്റെ പെരുമഴയുണ്ടാവണേ തമ്പുരാനെ, നിഅമത്തിന്റെ അഭിവൃദ്ധി ഉണ്ടാവണേ തമ്പുരാനെ. നീ ഞങ്ങളെ കബൂലാക്കണേ സഹായിക്കുന്നവർ അല്ലാഹുവേ, നീ ഈമാൻ സലാമത്താക്കി തരണേ തമ്പുരാനെ. പാവപ്പെട്ട കുട്ടികളുടെ കാര്യം പറഞ്ഞപ്പോൾ പടച്ചവനെ കയ്യിലുള്ളത് സഹായിക്കുന്ന ഈ ആളുകൾക്ക് നീ പകരം സ്വർഗം നൽകണേ തമ്പുരാനെ. ചെയ്യാനല്ലാതെ ഞങ്ങൾക്കൊന്നിനും കഴിയില്ല. ആ പാവപ്പെട്ട മക്കളുടെ ദുആ പടച്ചവനെ ഇവർക്കെന്നും ഉണ്ടാകും. നീ കബൂലാക്കണേ അല്ലാ, നീ കബൂലാക്കണേ അല്ലാ. ഞങ്ങളുടെ എല്ലാ വിഷമങ്ങളും നീ ദൂരീകരിക്കണേ അല്ലാ. ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ നീ മൂടണേ അല്ലാ. വിഷമങ്ങളും തട്ടിമാറ്റണേ അല്ലാ. പടച്ചവനെ നിങ്ങൾ തുടങ്ങിവെച്ച എല്ലാ സംരംഭങ്ങളും നീ വിജയിപ്പിക്കണേ അല്ലാ. പാവപ്പെട്ട മുതഅല്ലിമീങ്ങൾ സഹായിക്കുന്നു, സ്വീകരിക്കണേ അല്ലാ. അവർക്കും ഞങ്ങൾക്കും നാഫിയായ ഇൽമ നീ നൽകണേ തമ്പുരാനെ. അവരുടെയും ഞങ്ങളുടെയും എല്ലാ കാര്യങ്ങളും നീ സലാമത്ത് നൽകണേ തമ്പുരാനെ. പടച്ചവനെ നീ സ്വീകരിക്കണേ അല്ലാ. റബ്ബനാ لا تفضحنا بين رؤوس الخلائق لا في الدنيا ولا في الآخرة ربنا ظلمنا أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا ولوالدينا يا غافر المذنبين آمين برحمتك يا أرحم الراحمين بحق